ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ രജിക, നീരവ് കൃഷ്ണ, എൻ്റെ സ്വന്തം വിഷുട്ടൻ. പിന്നെ ഞാനിന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരും പേടിക്കണ്ട കേട്ടോ, സങ്കടവും പരാതിയൊന്നുമില്ല. വെറുതെ ഒരു ടോപ്പിക് ചുമ്മാ പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നി ഒന്ന് പറഞ്ഞേക്കാമെന്ന്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലേ? എനിക്കുണ്ടായിരുന്നു കുറേ സുഹൃത്തുക്കളെന്നല്ല, എൻ്റെ പോനോ നമ്മുടെ ഏജിലുള്ളവരാവണമെന്നില്ല. നമുക്ക് നമ്മുടെ സീനിയർ ആവാം, ജൂനിയർ ആവാം. പക്ഷേ കുറേ ആൾക്കാർ ഞാനങ്ങ് നെഞ്ചിലേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ നെഞ്ചിലേറ്റിയവരാരുമില്ല. ഒരുപാടൊന്നുമല്ല, ഒന്ന് രണ്ട് പേരെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റി കൊണ്ട് നടന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരാരും എൻ്റെ കൂടെ ഇല്ല. എന്നാലും ഞാൻ സ്നേഹിച്ചതിൽ കുറച്ച് പേര് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ ഞാൻ ഈ ഉള്ളിൽ കൊണ്ട് നടന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ വെച്ച് നമ്മളങ്ങ് ഗേറ്റോട്ട് അടിച്ചു. പക്ഷേ എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ച കുറച്ച് പേര് അവരന്നും ഇന്നും എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്നെ താങ്ങായി തണലായി. കുറേ പണം വാരിയെറിഞ്ഞ് കിട്ടുന്ന സ്നേഹമല്ല സ്നേഹം. നമ്മുടെ ഒരു ആപത്ഘട്ടത്തിൽ നമ്മുടെ കൂടെ താങ്ങി നിർത്തി നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരാണ് എന്നും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലേ? അത് ബന്ധുക്കളായിക്കോട്ടെ, കൂടെ പഠിച്ചവരായിക്കോട്ടെ, നമ്മൾ പരിചയപ്പെട്ട് കൂടെ കൂട്ടിയവരായിക്കോട്ടെ, ആരായിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ സീനിയർ ആവാം, ജൂനിയർ ആവാം. പക്ഷെ ഒരു നമ്മുടെ വീഴ്ചയിൽ കൂടെ നിൽക്കുന്ന ആരായാലും നമ്മൾ വിടാതെ മുറുകെ പിടിച്ചോണം. കാരണം അവർ നമ്മൾ സ്നേഹിക്കുന്ന ആത്മാർത്ഥതയോടെയാണ്. അല്ലാത്തവരെ ഒരിക്കലും കൂടെ കൂട്ടരുത്. ഓക്കേ.